വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പൊ നമ്മള് എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്? നമ്മള് ബോഗി ബ്രിഡ്ജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ബോഗി ബെയിൽ ബ്രിഡ്ജിലോട്ടാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് നമുക്ക് 160 സബ്സ്ക്രൈബർ ആയിരിക്കാണ്. ഒത്തിരി സന്തോഷമുണ്ട്. നമുക്ക് ഇത്രയും പെട്ടെന്ന് 160 ആയെന്ന്. ഞാൻ വിചാരിച്ചത് 100 അത്രയൊക്കെ ആയിരിക്കും അതും. പക്ഷെ 160 നല്ല സന്തോഷം അതൊക്കെ കാണുമ്പോഴല്ലേ. അതുകൊണ്ട് നമ്മളൊരു വീഡിയോക്ക് മാരുതിരാതിന് 1K വ്യൂസും ആയിരിക്കുന്നു. അതെ അതെ, എല്ലാവർക്കും നന്ദി. നമ്മുടെ വീഡിയോ ഇനിയും നമുക്ക് കൂടുതൽ പ്രോത്സാഹനങ്ങൾ തരിക. നമ്മൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ഇടും. പിന്നെ പ്രോത്സാഹനം കുറയുമ്പോഴാണ് നമുക്കൊരു മടി വരുന്നത്. നമുക്ക് നല്ല പ്രോത്സാഹനം കിട്ടിയാൽ നമ്മൾ നല്ല നല്ല വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ക്രിസ്മസ് വരുന്നു, ന്യൂ ഇയർ വരുന്നു, ആ വീഡിയോസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാരും കാണിക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് ആസാമിന്റെ മാർക്കറ്റ് ആണ്, ലോക്കൽ മാർക്കറ്റ്. ഇവിടെ എല്ലാവിധ ഫുഡ് ഐറ്റംസും കിട്ടും. നമുക്ക് പന്നിയിറച്ചി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇറച്ചി അത് അവർക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക ഇറച്ചീസ് നമുക്ക് കിട്ടും. പിന്നെ വെജിറ്റബിൾസ് എല്ലാം നമുക്ക് കിട്ടും. കാണുന്ന പോലെയൊന്നും അല്ല, എല്ലാ മാർക്കറ്റും ഏകദേശം അതുപോലെയാണ് കാണാനൊക്കെ. വില കുറവായിരിക്കും. വില പിന്നെ ഓൾമോസ്റ്റ് വില കുറവാണല്ലോ ഇവിടെ. എല്ലാ സാധനങ്ങൾക്കും വില കുറവാണ്. നമ്മുടെ നാട്ടിൽ അമ്മമാര് മാങ്ങ അതൊക്കെ കൊണ്ട് വയ്ക്കത്തില്ല, അതുപോലെ ഇവിടെ ഒട്ടുമിക്കവരും അവരുടെ വീട്ടിൽ കൃഷി ചെയ്ത് കൊണ്ടുവയ്ക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ അത് മേടിക്കും മാക്സിമം. പിന്നെ ഈ ബ്രിഡ്ജ് ഇത് നമ്മുടെ ഇത് കഴിഞ്ഞിട്ട് ബ്രഹ്മപുത്രയുടെ ഒരു ബ്രാഞ്ച് ആണ് ഈ ഒഴുകുന്നത്. അതെ, ബ്രഹ്മപുത്ര മൊത്തത്തില് ഈ നോർത്ത് ഈസ്റ്റിൽ കൂടെ ഒരു ചുറ്റിക്കറങ്ങലാണ്. നമ്മൾ ആസാമിന്റെ ദുഃഖം എന്നൊക്കെ പറയും, പക്ഷെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. ഇത് അതിന്റെ തൊട്ട് നേരെ ഓപ്പോസിറ്റ് കാണുന്നത് റെയിൽവേ ബ്രിഡ്ജാണ്. നമ്മൾ പറഞ്ഞല്ലോ, അത് റെയിൽവേ ബ്രിഡ്ജ്, ഇത് റോഡ് ബ്രിഡ്ജ്. നമ്മൾ കാണാൻ പോകുന്ന ബോഗി ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ രണ്ടും കൂടി റോഡ് ആൻഡ് റെയിൽ ക്രോസ് രണ്ടും കൂടി ഒറ്റ ബ്രിഡ്ജിലാണ്, മുകളിലും താഴെയായിട്ട്. അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത. കാണിച്ചു തരാവേ. അപ്പൊ നമ്മള് ഏകദേശം ഒരു 4-5 മണിക്കൂർ യാത്ര അരുണാചലിൽ നിന്ന് നേരെ കട്ട് ചെയ്ത് ഇങ്ങ് വന്നതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ഒരു റേറ്റ് കട്ട് ചെയ്തെടുക്കുന്നു. അവിടെ ഒരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പം കട്ട് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കുക. ഇതൊക്കെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കട്ടിങ്ങും കാര്യങ്ങളുമാണ്. കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അതെ ഡീവിയേഷൻ ആണ്. ഇത് ഹൈവേ ആണ്, നാഷണൽ ഹൈവേ 15 ആണ്. രാവിലെ 6 മണിക്കാണ് വീട്ടിൽ നിന്ന് തിരിച്ചത്. ഡെസ്റ്റിനേഷൻ എത്തിയപ്പോ ഒരു 10 മണിയായി, 10-10:30 ആയി. നമ്മൾ 10:30 ആയപ്പോഴത്തേക്കും ബ്രേക്ക് എടുത്തായിരുന്നു നമ്മള് ഫുഡ് കഴിക്കാനുള്ളതൊക്കെ. പിന്നെ അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ അതിന്റെ ഒരു ഫ്രണ്ട് കവാടം എന്ന് പറയുന്ന പോലെ അതിന്റെ ഒരു ഫ്രണ്ട് ഗേറ്റ്, അതിലൂടെ നമ്മൾ കടന്നു പോകാനുള്ളതാണ്. നിങ്ങൾക്ക് ആ ബോർഡ് കാണാം, ബോഗി ബെയിൽ ബ്രിഡ്ജ് കാണാമല്ലോ. NH15 റോഡാണ്. അപ്പൊ നമ്മൾ ഇവിടെ നമ്മൾ കയറി നമ്മൾ നേരെ നമ്മുടെ ഡെസ്റ്റിനേഷനോട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 20 മിനിറ്റ്സ് യാത്രയുണ്ട്. ഒരു 40 കിലോമീറ്റർ, 40 വരത്തില്ല, 20-30 കിലോമീറ്റർ അടുപ്പിച്ചാണ് ഈ കട്ടിങ്ങിന് അവിടെ നിന്ന് വരുന്നത്. നമ്മൾ ശരിക്കും വന്നത് അരുണാചലിൽ നിന്ന് നമ്മൾ നേരെ ആസാമിൽ കയറി. അരുണാചലിൽ ചെക്ക് ചെയ്തിട്ട് കഴിഞ്ഞ് ആസാമിൽ കയറി. ആസാമിൽ നിന്ന് നമ്മൾ ചെറിയ ഫുഡൊക്കെ കഴിച്ചു. അവിടെ നിന്ന് നമ്മൾ നേരെ ലഖംപൂർ ടച്ച് ചെയ്യാതെ നമ്മൾ വേറൊരു ബൈപ്പാസ് വഴി, ലഖംപൂർ വലിയൊരു സിറ്റിയാണ്, നമ്മൾ അത് ടച്ച് ചെയ്യാതെ വേറൊരു ബൈപ്പാസ് വഴി കയറി. അത് അറിയാവുന്നവർക്ക് മാത്രമേ ആ പാത്ത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് പിന്നെ മാവനൊക്കെ ഉണ്ടായിരുന്നുണ്ട്, നമുക്ക് ആ പാത്ത് യൂസ് ചെയ്യാൻ പറ്റി. നമ്മൾ അങ്ങനെയാ വന്നത്. ലഖംപൂർ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല നമ്മുടെ ട്രിവാൻഡ്രത്തെ ചാല പോലെ കിടക്കുന്ന നല്ല ടൈറ്റ് ആയിട്ടുള്ള ട്രാഫിക്കും നമുക്കൊരു പിടുത്തം കിട്ടാത്ത ട്രാഫിക്കും കാര്യങ്ങളും ഒക്കെയാണ്. അതുവഴിയാണ് നമ്മൾ നേരെ കടന്ന് ഇവിടെ എത്തിയത്. ഇപ്പൊ നമ്മള് ഏകദേശം ഒരു ഹാഫ് ആൻ അവറിന്റെ യാത്ര ലാഭിച്ചാണ് ഇവിടെ എത്തിയത്. എന്നിട്ട് ഈ സമയത്ത് ഇവിടെ എത്തി. അപ്പൊ നമ്മള് നേരെ ബ്രിഡ്ജ് എത്താറായി വരുന്നത്. രണ്ട് സൈഡിൽ ആ ലൈറ്റ് ഒക്കെ കാണാം നമുക്ക്. അതിന്റെ മുകളിൽ കാണുന്നതാണ് ആ റെയിൽവേ ക്രോസ്. അപ്പൊ ഈ ബോഗി ബ്രിഡ്ജിന്റെ പ്രത്യേകത പറ ചേട്ടാ. ഈ ബോഗി ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ബ്രഹ്മപുത്ര ഇതുവഴി എല്ലാം ഓടുന്നുണ്ടല്ലോ. ആ ഓടുന്ന ബ്രഹ്മപുത്രയിലെ ഏറ്റവും വലിയ
ഒരു എന്താ പറയാ പോഷക നദി എന്ന് പറയില്ലേ, ബ്രഹ്മപുത്രയുടെ വലിയൊരു പാർട്ട് ഇതിന്റെ അടിയിൽ കൂടെ ഒഴുകുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ബ്രഹ്മപുത്ര എന്നൊക്കെ പറയുമ്പോഴത്തേനും വലിയ നദിയല്ലേ, അപ്പൊ ഈ പാർട്ടിന്റെ മണ്ടയിൽ കൂടെ എങ്ങനെ പാലം വെക്കും? സോ അതുകൊണ്ട് തന്നെ പറയാം, ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള റെയിൽ കം റോഡ് ബ്രിഡ്ജ് ആണ് ഈ ബോഗി ബെയിൽ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ആസാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ദിമാജി ഡിസ്ട്രിക്ട് ആൻഡ് ദിബ്രുഗഡ് ഡിസ്ട്രിക്ട് ഇതിന്റെ ബിറ്റ്വീനിലാണ് ഈ ഇത് നിൽക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഈ പണ്ടി അരുണാചലിലുള്ളവർക്ക് അവരുടെ ഡിസ്ട്രിക്റ്റിൽ പോകുമ്പോഴത്തേനും വളരെ സ്ട്രേഞ്ച് ആണ്. ഞാനിവിടെ വന്നിട്ട് അറിഞ്ഞ സ്ട്രേഞ്ച് ആണ്. കാരണം അവര് ഈ ആസാമിൽ കൂടെ കയറിയാണ് അവർ ഓരോ ഡിസ്ട്രിക്റ്റിനകത്തോട്ടും കയറുന്നത്, ഈ അരുണാചലിലുള്ളവർ. കാരണം അല്ലാതെ അവർക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഈ ആസാം ടച്ച് ചെയ്താണ് അവർ അടുത്തടുത്ത ഡിസ്ട്രിക്റ്റുകളിലുള്ള കയറുന്നത്. അപ്പൊ ഈ ബ്രിഡ്ജ് വന്നതോടുകൂടി അത് വലിയൊരു യൂസ്ഫുൾ ആയി. പസിഘട്ടുള്ളവർക്കും അല്ലാതെ ഈ അരുണാചലിന്റെ വേറെയുള്ള ഡിസ്ട്രിക്റ്റിൽ ദൂര ഡിസ്ട്രിക്റ്റിൽ താമസിക്കുന്നവർക്കും ഒക്കെ പോകാനായിട്ട് ഏറ്റവും വലിയൊരു ഹെൽപ്പിംഗ് ആയിട്ട് ഇത് മാറി. അപ്പം ഇത് നമ്മുടെ ലോങ്സ്റ്റ് റെയിൽ കം റോഡ് ബ്രിഡ്ജ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇതിന്റെ ശരിക്കുള്ള കിലോമീറ്റർ എന്ന് വെച്ചാൽ 4.94 കിലോമീറ്റർ. അതായത് ഇപ്പം ഉദ്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ട്രിവാൻഡ്രം സിറ്റിന്ന് നമ്മള് ഏകദേശം എന്താ പറയാ കഴക്കൂട്ടത്തിൽ നിന്ന് നമ്മള് ഈഞ്ചക്കൽ എത്തുന്ന അത്രയും ദൂരം, ഞാൻ ട്രിവാൻഡ്രത്തുള്ളവർക്ക് അറിയാൻ പറ്റും, അത്രയും ദൂരം ഈ ബ്രിഡ്ജ് മാത്രം. അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സ്ട്രേഞ്ച്, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആ വീഡിയോയിൽ തന്നെ കാണാം, മുകളിലോട് സൈഡില് മീൻസ് റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന ആ റെയിൽവേ ക്രോസ്, ആ ബ്രിഡ്ജ്, ആ ബ്രിഡ്ജ് അതിനെപ്പറ്റി പറഞ്ഞുതരാം. ഈ റോഡും ഒരേ ഈ താഴെ മുകളിലായിട്ടാണ് പോകുന്നത്. അതെ. അപ്പൊ നമ്മള് ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്, ഈ ആസാം പോലീസിന്റെ ഗേറ്റ്. ഇവിടെ നിൽക്കുക, കാരണം ഈ ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ചെറിയ ട്രാഫിക് അല്ല. ഇതുവഴി പോകുമ്പോഴേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. വണ്ടികള് ചീറിപ്പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഇത് ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. 3 ലൈൻ റോഡ് ഓൺ ദ അപ്പർ ഡെക്കിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അപ്പർ ഡെക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ലോവർ ഡെക്ക് എന്തെങ്കിലും ഉണ്ടോ? ലോവർ ഡെക്കാണ്. ഇതേ നീളത്തില്, ഇതേ ലെങ്തില്, ഇതേ വീതിയില് ഇതിന്റെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ റെയിൽവേ ക്രോസ് പോകുന്നുണ്ട്. സോ അപ്പം റെയിൽവേ കം റോഡായിട്ടാണ് ഇതിനെ കാണുന്നത്. ഭയങ്കര ഒരു സംഭവമാണ്. നമ്മൾ വിചാരിക്കുമ്പോൾ അല്ലാതെ 200 മന്താണ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ അവർ എടുത്തിട്ടുള്ളത്. അപ്പൊ തന്നെ ആലോചിക്കണം എത്ര പേരുടെ എഫേർട്ടാണ്. നമ്മൾ ഈ കാണുന്നത് ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്രയിൽ ഇത്രയും വലിയ വിട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ ബ്രിഡ്ജിന്റെ തണുപ്പൊക്കെ വെള്ളം കുറവാണ്, പക്ഷെ വെള്ളം ഒത്തിരി ഉള്ളപ്പോ ഇത് ഇത്രയും വെടുത്തിൽ ഈ വെള്ളം നിറഞ്ഞു കിടക്കുന്നാ പറയുന്നത്. അതെ, അത് നമ്മള് പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കഴിയുമ്പോഴത്തേനും ഒരു പ്രാവശ്യം കൂടെ വരുന്നതായിരിക്കും ആ ഒരു ഇത് എടുക്കാൻ വേണ്ടി. കാരണം ആ വ്യൂ ഇതിനേക്കാളും കുറച്ചുകൂടെ ഭംഗിയുള്ളതായിരിക്കുമല്ലോ. അപ്പം ഇതെന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ഈ വിടത്തില് ഇത്രയും ശരിക്കും ഒരു മരുഭൂമി പോലെ അത് കിടക്കുന്ന, അതിന്റെ ഇടയിൽ കൂടെ റിവർ പോകുന്നു. പക്ഷെ ശരിക്കും നല്ല വെൽത്തി ആയിട്ടുള്ള ടൈമില് വാട്ടർ ഉള്ള സമയത്ത് ഇത് ഫുൾ നിറഞ്ഞു കിടക്കും. അപ്പൊ ഇതിന്റെ നടക്കൂടെയാണ് നമ്മുടെ ഇന്ത്യക്കാരന്മാർ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതും 5 കിലോമീറ്ററോളം അടുപ്പിച്ച്. നല്ല രസമായിരുന്നു ഈ വണ്ടി പോവാനും. പിന്നെ രാത്രിയിലൊക്കെ ശരിക്കും നമ്മളിത് രാത്രിയാ കാണേണ്ടത്. അതിന്റെ ഭംഗി എന്ന് പറയുമ്പോൾ ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഭയങ്കര രസമാണ്. പക്ഷെ നമുക്ക് അത്രയും ടൈമിങ് കിട്ടാത്തതുകൊണ്ടും നമ്മള് രാത്രി സ്റ്റേ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ചേർത്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോഗി ബ്രിഡ്ജിന്റെ അപ്പർ ഡെക്കിൽ നിന്നുള്ള വിഷൻ. അപ്പൊ നമ്മള് ഇത് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്ന 2018 നരേന്ദ്രമോദി December 25 ഗവർണേഴ്സ് ഡേ അന്നാണ് ഇതിന്റെ ഇനോഗ്രേഷൻ നടന്നിരിക്കുന്നത്. ഇതിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് 21 April 2002. ഇതാണ് അതിന്റെ നൈറ്റ് വെർഷൻ. അപ്പൊ ഇത്രയും ലോങ് ടൈം എടുത്ത് 16 വർഷത്തെ കഠിനാധ്വാനം കൊണ്ട് ഇന്ത്യക്കാർ ഉണ്ടാക്കിയെടുത്ത അഭിമാനപരമായ ഒരു ബ്രിഡ്ജാണ്. ആസാമിൽ എത്തുന്നവര് മാക്സിമം ഇത് കാണുക, എൻജോയ് ചെയ്യുക. മാക്സിമം നൈറ്റ് ടൈമിൽ നിങ്ങളൊരു 6 ഒക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ ഓൾമോസ്റ്റ് നൈറ്റ് ആവും, റിഫ്രഷ് കിട്ടും. നടക്കുന്ന നിർത്തുമ്പോൾ സൂക്ഷിക്കുക, ബ്രിഡ്ജിന്റെ നടക്കുക സ്റ്റോപ്പ് ചെയ്യുമ്പോൾ. അങ്ങനെ നൈറ്റ് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര മനോഹരമായ ഒരു വ്യൂ കിട്ടുന്നതായിരിക്കും. അപ്പൊ എല്ലാരും നമ്മളെ വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യണം, നമ്മുടെ ലൈക്ക് ചെയ്യണം, നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.